ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളപ്പോൾ ഒരു ഹണി ബീ കോസ്റ്റ്യൂമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ഹണി ബീയുടെ ആ ഒരു ഡിസൈനിൽ ഇതിനെ വരച്ചെടുക്കുകയാണ് ഈ കാർഡ്ബോർഡിൽ ഫസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു മിനി കട്ടർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ ഹണി ബീയുടെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മിനി കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് സിസേഴ്സ് വെച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ദാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മിനി കട്ടർ വെച്ച് കട്ട് ചെയ്ത് പിന്നെ സൈഡൊക്കെ സിസേഴ്സ് വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് നമ്മൾ ചാർട്ട് പേപ്പർ എടുക്കണം. ഞാനിപ്പോൾ യെല്ലോ കളർ ചാർട്ട് പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ചാർട്ട് പേപ്പർ നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്ററിങ് ഷീറ്റും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിന് ബ്ലാക്ക് ഡിസൈൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതുപോലെ ഒരു യെല്ലോ ചാർട്ട് പേപ്പറും ഒരു ഗ്ലിറ്ററിങ് ഷീറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഗ്ലൂ വെച്ചിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാർഡ് ബോർഡിലോട്ട് ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്ലിറ്ററിങ് ഷീറ്റ്, ബ്ലാക്ക് ഗ്ലിറ്ററിങ് ഷീറ്റ് നമ്മുടെ ഈ ചാർട്ട് പേപ്പറിലോട്ട് സ്റ്റിക്ക് ചെയ്യുന്നതും ഈ ഗ്ലൂ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യെല്ലോ ചാർട്ട് പേപ്പർ നമ്മൾ ഹണി ബീയുടെ കാർഡ് ബോർഡിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഗ്ലൂ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ബ്ലാക്ക് കളർ ഗ്ലിറ്ററിങ് ഷീറ്റ് എന്ത് ചെയ്യണം, ചെറിയ ചെറിയ വെർട്ടിക്കൽ റെക്റ്റാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 5 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ 3 എണ്ണത്തിൻ്റെ ലെന്ത് സെയിം ആയിരിക്കും, ബാക്കി 2ൻ്റെ ലെന്ത് ഇച്ചിരിയും കൂടെ വലിയ ലെന്തായിരിക്കും എടുക്കുന്നത്. കാരണം നടുക്കുള്ള പോർഷൻ നമുക്ക് ലെന്ത് കൂടുതലും, സൈഡുകൾ രണ്ടും വരുമ്പോൾ അതായത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ലെന്ത് കുറച്ചുമായിരിക്കും എടുക്കേണ്ടുന്നത്. ഓക്കെ, ഇതുപോലെ 5 എണ്ണം കട്ട് ചെയ്തെടുക്കുക. 5 ഗ്ലിറ്ററിങ് ഷീറ്റ് ബ്ലാക്ക് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്ലിറ്ററിങ് ഷീറ്റിന് പകരം ഇതുപോലെ നമ്മൾ ചാർട്ട് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് ഇതുപോലെ വെർട്ടിക്കൽ റെക്റ്റാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഗ്ലിറ്ററിങ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കെയിലും നമ്മുടെ മിനി കട്ടറും വെച്ചിട്ടാണ് ഞാൻ ഈ ബ്ലാക്ക് കളർ ഗ്ലിറ്ററിങ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 എണ്ണം ഒരു ലെങ്തും നടുക്കലത്തേന് ഇച്ചിരി ലെങ്ത് കൂടുതലുമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നിനെയും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് ഷീറ്റിനെ നമ്മളിവിടെ ഗ്ലൂ വെച്ചിട്ട് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡിലുള്ള പോർഷൻസ് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഹണി ബീ കോസ്റ്റ്യൂം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിബണും കൂടെ നമുക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റിൽ എന്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാപ്ലർ വെച്ചിട്ട് ആ റിബണിനെ നമ്മൾ സ്റ്റാപ്പിൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മൗണ്ടിങ് ടേപ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇളകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹണി ബീ കോസ്റ്റ്യൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.